പ്രത്തോറിയം എന്ന് പറയുന്ന അവരുടെ ഒരു നമ്മൾ പറയില്ലേ, അല്ല സാൻഹെദ്രിൻ പോലെയല്ല, പ്രത്തോറിയത്തിൽ അത് പ്ലേസ് ആണ്, സ്ഥലമാണ്. പീലാത്തോസിന്റെ അരമനയുടെ ഭാഗത്തെ പറയുന്ന വാക്ക്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്രത്തോറിയത്തിൽ വിചാരണ സ്ഥലം, പ്രത്തോറിയത്തിൽ, അല്ലാതെ ഒരു ബോഡി അല്ല അത്. അതേ പൊസിഷൻ. കണ്ടിന്യൂ ചെയ്താലോ? ഏത് പൗരോഹിത്യ ഹൈറാർക്കി? അവരുടെ പൗരോഹിത്യ ഹൈറാർക്കി അതേപടി തുടരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം അവരുടെ ആരാധനയിലെ ചില ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തുടരുന്നുണ്ട്. ഈ ധൂപാർപ്പണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരുടെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ ആരാധനക്രമം അനാഫറ, അദ്ദായി മാറി കേട്ടിട്ടുണ്ടാവും. അദ്ദായി മാറിയുടെ ആരാധനക്രമവും അവരുടെ പ്രയേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, എല്ലാ ആരാധനക്രമവും അല്ലാട്ടെ ഞാൻ പറഞ്ഞത്, അദ്ദായി മാറി അത് യഹൂദരുടെ പ്രാർത്ഥനകളുമായി പല പ്രാർത്ഥനകൾക്കും സാമ്യമുണ്ട്. ഒരു പ്രാർത്ഥനയാണെന്നല്ല പറഞ്ഞത്, സാമ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അനാഫറ പഴയ അനാഫറയാണെന്നും നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാണ്. യഹൂദ ഉത്ഭവമാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. മനസ്സിലായല്ലോ? യഹൂദർക്ക് ഇപ്പോഴും സാൻഹെദ്രിൻ ഉണ്ടോയെന്ന്? സങ്കീർത്തനങ്ങളുണ്ട്, പിന്നെ ഉറപ്പായിട്ടുണ്ടല്ലോ. സങ്കീർത്തനങ്ങളുണ്ട്, പഴയ നിയമം അവർക്കുണ്ടല്ലോ, പിന്നെ അതിന് സംശയമില്ല. ഇല്ല, നമുക്ക് അവരുടെ പാലസ്റ്റീനിയൻ കാനൻ എന്ന് പറയുന്നത് നമുക്ക് 46 ഉണ്ടെങ്കിൽ അവർക്ക് 39 ഉള്ളൂ. അതായത് ഡെവിട്രോ നമ്മൾ ബൈബിളിൽ പഠിച്ചിട്ടുണ്ടാവും, ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡെവിട്രോ കാനോനിക്കൽ ബുക്സ്. ആ എണ്ണം അവരുടെ ബൈബിളിലില്ല എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുന്നില്ല. പാലസ്റ്റീനിയൻ കാനൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ കാനനാണ് പ്രൊട്ടസ്റ്റൻ്റുകാർ അംഗീകരിക്കുന്നത്. നമ്മൾ അതേസമയം ഈ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ കൂടി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ബൈബിളിലില്ല. പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ബൈബിളിൽ മക്കബായരുടെ പുസ്തകമില്ല, ഒരു ഉദാഹരണം. ഈ പുസ്തകം ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ മക്കബായരുടെ പുസ്തകത്തിലാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ഉള്ളത്. അപ്പോൾ അവർ പ്രൊട്ടസ്റ്റൻ്റുകാർ പറയും ശുദ്ധീകരണ സ്ഥലത്തിന് ബൈബിളിൽ അടിസ്ഥാനം ഇല്ല എന്ന് പറയും. കാരണം എന്താ? അവരുടെ ബൈബിളിൽ ഈ പുസ്തകം തന്നെ ഇല്ല. പുസ്തകം ഉണ്ടായാലല്ലേ അടിസ്ഥാനം പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങളുടെ ബൈബിൾ ഏതാണെന്ന് ചോദിക്കണം, ബൈബിൾ നോക്കണം. ഈ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളാണ് ഈ പെന്തക്കുസ്ത സെക്റ്റുകളൊക്കെ കൊണ്ടു കിടക്കുന്നത്. മനസ്സിലായോ? പെന്തക്കുസ്തക്കാർ ഗ്രൂപ്പുകളെല്ലാം ഈ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളാണ് പിടിച്ചാണ് നമ്മുടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ അവർ പറയും എവിടെ ബൈബിളിലില്ല എന്ന് പറയാം. കാരണം എന്താ? ഈ പുസ്തകങ്ങൾ അവരുടെ ബൈബിളിലില്ല. മനസ്സിലായല്ലോ? പക്ഷെ നമ്മുടെ ബൈബിളിലുണ്ട്. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ അടിസ്ഥാനം ഇല്ല എന്ന് പറയും. കണ്ടിന്യൂ ചെയ്താലോ നമുക്ക്? പ്രലോഭനങ്ങൾ. ഈശോയുടെ പ്രലോഭനങ്ങൾ വിവരിക്കുന്ന 2 സുവിശേഷങ്ങൾ ഏതൊക്കെയാണ്? മത്തായി, ലൂക്ക. 2 സുവിശേഷങ്ങളിലാണ് വിവരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം ചെറിയൊരു വിവരണം തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 3-4 വാചകം. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അല്ലേ എന്ന് പറഞ്ഞ് 2-3 വാചകം മാത്രമേ മാർക്കോസ് പറയുന്നുള്ളൂ. ക്ലിയറാണ്? യെസ്. ഈ 2 വിവരണങ്ങൾ നോമ്പുകാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നോമ്പുകാല വായന ഇതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നോമ്പുകാലം തുടങ്ങുന്ന ഞായറാഴ്ച വായിക്കുന്നത് ഈ പ്രലോഭനങ്ങളുടെ ഭാഗമാണ്. മത്തായിയുടെയും ലൂക്കായുടെയും വിവരണങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ഒറ്റ വ്യത്യാസമുള്ളൂ. ഈ പറയുന്ന ക്രമത്തിലൊരു വ്യത്യാസമുണ്ട്. ക്രമം പിന്നെ കണ്ടുപിടിച്ചാൽ മതി നിങ്ങളത്. ക്രമത്തിലൊരു വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്. ക്ലിയറാണ്? യെസ്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചോദിക്കാനുള്ളത്. ഒന്ന്, ഈശോയ്ക്ക് ഈ 3 പ്രലോഭനങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ? ഒരിക്കലുമല്ല. അതറിയണമെങ്കിൽ നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 13 എനിക്കിൻ്റെ ഒരു ഓർമ്മ. എടുത്ത വചനം എടുത്ത് ലൂക്ക 4:13 ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്: തൽക്കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി, നിശ്ചിത കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി. അങ്ങനെ നിങ്ങൾ കാണുക. എടുത്തോ നിങ്ങൾ? ഒന്ന് വായിക്കാമോ? നിശ്ചിത കാലത്തേക്ക്. തീർന്നിട്ടില്ല സംഭവം. മനസ്സിലായില്ലേ? ബൈബിളിൽ തന്നെ സൂചനയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ പറയുന്ന ഈ പ്രലോഭനങ്ങളുടെ വിവരണങ്ങൾ എന്ന് പറയുന്നത് ഒരു സാമ്പിൾ മാത്രമാണ്. മനസ്സിലായല്ലോ? സാമ്പിളാണ്. അത് മാത്രമേ ഈശോയുടെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടായിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നത്
ശരിയല്ല. ഇനി ആ വിവരണങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ വിവരണങ്ങളിൽ അവതരിപ്പിച്ചതനുസരിച്ച് അവിടെ 2 പേരേ ഉള്ളൂ. ആരാണ്? ഈശോയും പിശാചും. വേറെ ആരും അത് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അങ്ങനെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? ഇനി 2 പേരും കോട്ട് ചെയ്യുന്നത് എന്താ? ബൈബിളാണ്. 2 പേരും പഴയ നിയമം ഉദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിശാചും പറയുന്നത് ബൈബിളാണ് കോട്ട് ചെയ്യണത്. ആണ് ഇംഗ്ലീഷിൽ പ്രയോഗം, ഈവൻ ദ ഡെവിൾ ക്യാൻ കോട്ട് ഫ്രം ദ ബൈബിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? പിശാച് പോലും ബൈബിള് ഉദ്ധരിക്കാം, അല്ലേ? പിശാച് എന്താ പറയുന്നത്? മാലാഖ നീ താഴോട്ട് ചാടിക്കും, മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളും. ബൈബിളാണ്, സങ്കീർത്തനാണ്. ഈശോ കൊടുക്കുന്ന മറുപടിയും ബൈബിളാണ്. അപ്പൊ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് നമുക്ക് വിചിത്രമായിട്ട് തോന്നും. 2 കൂട്ടരും പഴയ നിയമം കോട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരവാണ്. മനസ്സിലായല്ലോ? യെസ്. രണ്ടാമത്തെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്, 40 ദിവസത്തേക്ക്, അല്ലേ, ഈശോ ഉപവസിച്ചു. 40 എന്ന് വെറുതെ ഒരു സംഖ്യയല്ല, അതിന് വലിയൊരു അർത്ഥമുണ്ട്. എന്താണ് 40-ന് പ്രത്യേകത? പഴയ നിയമത്തിൽ മോശ കർത്താവിൻ്റെ മലയിലേക്ക് കയറുന്നതിന് മുമ്പ് 40 ദിനരാത്രങ്ങൾ. പിന്നെ ഏലിയ പ്രവാചകൻ 40 ദിവസം യാത്ര ചെയ്ത് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. പിന്നെ ഇസ്രായേലിൻ്റെ പ്രവാസകാലം 40 വർഷങ്ങൾ. അപ്പോൾ ഇസ്രായേൽ 40 വർഷങ്ങൾ മരുഭൂമിയിലായിരുന്നു യാത്ര. അവിടെ അവർക്കുണ്ടായ 2 അനുഭവം. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും അനുഭവിച്ചു. 2, അവർക്ക് പ്രലോഭനം ഉണ്ടായി. 2ഉം ഇവിടെ തന്നെ ഉണ്ടായത്. ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണം അനുഭവിച്ചതാണ് മന്ന, കാടപ്പക്ഷി, അല്ലേ? അതുപോലെ മേഘസ്തംഭം, ഇതൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ഒപ്പം തന്നെ പ്രലോഭനം ഉണ്ടായതുകൊണ്ടാണ് അവർ ദൈവത്തിനെതിരായി പിറുവിറുത്തു. ഇവിടെ പട്ടിണിക്ക് ഇടാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇതെന്ത് ദൈവമാണ്, അല്ലേ, തുടങ്ങിയ കുറേ കാര്യങ്ങൾ. അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്നതുമായ സ്ഥലം ഒന്ന് തന്നെയാണ്. ഏതാണ്? മരുഭൂമിയാണ്. ഇവിടെയും അത് തന്നെയാണ്. ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒപ്പം തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണം ഈശോ അനുഭവിക്കുന്നുണ്ട്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാലാഖമാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. നിങ്ങൾ കാണുമോ അതിൽ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇസ്രായേൽ ജനത്തിന് പ്രലോഭനങ്ങൾ ഉണ്ടായതുപോലെ ദൈവ സംരക്ഷണം അനുഭവിച്ചതുപോലെ പുതിയ നിയമത്തിലെ പുതിയ ഇസ്രായേലായ സഭയുടെ നേതാവായ ഈശോയ്ക്ക്, അവിടെ മോശയാണെങ്കിൽ ഇവിടെ ഈശോ, ഈ അനുഭവം ഉണ്ടാവുകയാണ്. ഇതാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? യെസ്. അപ്പം 40 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വലിയൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഇത് വെറുതെ അങ്ങ് എഴുതി വെച്ചിരിക്കല്ല, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇതിനെല്ലാം അർത്ഥമുണ്ട്. ഇനി നമുക്ക്, അപ്പം നിങ്ങൾ പറഞ്ഞു ഈശോയ്ക്ക് പിന്നെയും പ്രലോഭനങ്ങൾ ഉണ്ടായി, അല്ലേ? വചനം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങൾ, ഈ 3 പറയണ്ട. ഇനി ഇത് കൂടാതെ ഈശോയ്ക്കുണ്ടായ മറ്റ് പ്രലോഭനങ്ങൾ ഏതൊക്കെയാണ്? പിതാവ് ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. നമ്മൾ സാധാരണ ഇതിൽ പ്രലോഭനമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ സത്യത്തിൽ ഈശോ എന്ന വ്യക്തിയുടെ മാനുഷികതയും ദൈവികതയും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അവിടെ. മാനുഷികതയിൽ നിന്ന് ഈശോ പ്രാർത്ഥിച്ചു, എന്ത്? കഴിയുമെങ്കിൽ അകന്നു പോകട്ടെ. പക്ഷേ ഈശോയുടെ ദൈവിക ഭാവം ആണ് പിന്നെ വരുന്നത്. എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടം നിറവേറട്ടെ. അതൊരു പ്രലോഭനം എന്നതിനേക്കാൾ കൂടുതൽ സഭാപിതാക്കന്മാരുടെ കാലം മുതൽ സഭ അതിനെ മനസ്സിലാക്കുന്നത് ഈശോയുടെ മാനുഷികതയുടെയും ദൈവികതയുടെയും പ്രകടനമായിട്ടാണ്. മനസ്സിലായോ? യെസ്. ഈശോ ഒരേ സമയം ദൈവവുമാണ് മനുഷ്യനുമാണ്. നമ്മൾ പറഞ്ഞത് ആദ്യം അത് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ? ഈശോ ആരാണെന്ന് ചോദിച്ചിട്ട് ഓർക്കുന്നില്ലേ? ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് ഈശോ. അപ്പോൾ മാനുഷിക ഭാവങ്ങളും ഈശോയ്ക്കുണ്ടാവും, ദൈവിക ഭാവങ്ങളും ഈശോയ്ക്ക് ഉണ്ടാകും. ഈശോയ്ക്കുണ്ടായ മാനുഷിക ഭാവങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്, അല്ലേ? ഈശോയ്ക്ക് വിശന്നു, അല്ലേ? ഈശോയ്ക്ക് ദാഹിച്ചു, ഈശോ കരഞ്ഞു, ഈശോ ഉറങ്ങി, അതുപോലെ ഈശോയ്ക്ക് പേടിയായി, ഈശോ ആത്മാവിൽ സംഘർഷം അനുഭവിച്ചു. അതെല്ലാം മാനുഷികതയുടെ പ്രകടനങ്ങളാണ്. ഇനി ദൈവികതയുടെ പ്രകടനങ്ങളാണ് എല്ലാ അത്ഭുതങ്ങളും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദൈവത്വത്തിൻ്റെ പ്രകടനമാണ്. അത് ചോദിച്ചില്ലല്ലേ ഞാൻ? പറഞ്ഞിട്ടില്ല, നാളേക്ക് ചോദിക്കാം. ഓക്കെ, ക്ലിയറാണ്. അതുപോലെ തന്നെ ഈശോയുടെ രൂപാന്തരീകരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ദൈവികതയുടെ പ്രകടനമാണ്. അപ്പോൾ 2ഉം ആണ് ഈശോ.
അപ്പോൾ ഈ മുസ്ലിംസ് ഉൾപ്പെടെ സകലമാന മനുഷ്യർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. ഒന്നുകിൽ ദൈവം എന്ന് പറയാം, അപ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയാം, അപ്പോഴും കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് എന്താ? ദൈവവുമാണ് മനുഷ്യനുമാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. വലിയൊരു രഹസ്യമാണിത്, വലിയ വിശ്വാസ രഹസ്യമാണിത്. മനസ്സിലായല്ലോ? വലിയ വിശ്വാസ രഹസ്യമാണിത്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിശക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇത് ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? ഓ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അത് കുരിശിൽ കിടന്നിട്ടുള്ള പ്രാർത്ഥനയല്ലേ ഉദ്ദേശിച്ചത്? അതല്ലേ? കഴിയുമെങ്കിൽ എന്നെ പാനപാത്രം, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു. അത് മാനുഷികതയുടെയും ദൈവികതയുടെയും പ്രകടനമാണ്. ഈശോയ്ക്ക് അത് നമ്മളിനി നാളെയാണത് പറയാൻ പോകുന്നത്. ഈശോ ദൈവിക വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇന്നലെ പറഞ്ഞു, അത് രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ ഇന്നലെ പറഞ്ഞു നിങ്ങൾ. ഓക്കെ, പരിശുദ്ധ ദ്വൈതത്തിലെ സെക്കൻഡ് പേഴ്സൺ ഓഫ് ദ ട്രിനിറ്റി. ട്രിനിറ്റി ക്ലാസ് കഴിഞ്ഞോ? ഇല്ല. ഇല്ല. പരിശുദ്ധ ദ്വൈതത്തിലെ സെക്കൻഡ് പേഴ്സൺ, രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ, ആളാണ് മനുഷ്യനായത്. അപ്പം ദൈവിക വ്യക്തിയാണ്. അപ്പം ദൈവ സ്വഭാവമുണ്ട്, ആ ആൾ മനുഷ്യ സ്വഭാവം കൂടെ സ്വീകരിച്ചു. അപ്പോൾ ഈശോ ഒരു വ്യക്തി, ദൈവ വ്യക്തി, രണ്ട് സ്വഭാവം, ദൈവ സ്വഭാവം, മനുഷ്യ സ്വഭാവം. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ്ങിലി ഈശോയ്ക്ക് രണ്ട് മനസ്സുണ്ട്, ദൈവത്തിൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് രണ്ട് തരം പ്രവർത്തികളുണ്ട്, ദൈവികമായ പ്രവൃത്തി, മാനുഷികമായ പ്രവൃത്തി. ദൈവികമായ പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞ എല്ലാ അത്ഭുതങ്ങളും ദൈവികമായ പ്രവൃത്തികളാണെന്ന് പറയാം. മാനുഷികമായ പ്രവൃത്തിയാണ് വിശക്കുക, ദാഹിക്കുക, ഉറക്കം വരിക, ക്ഷീണം വരിക. ഈശോ വഞ്ചിയിൽ തല അയച്ചുറങ്ങി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ദൈവം ഉറങ്ങോ? ദൈവം ഉറങ്ങില്ല, പക്ഷെ മനുഷ്യനായി അവതരിച്ച ദൈവം ഉറങ്ങും. കാരണം മാനുഷികതയുടെ ഭാഗമാണത്. ദൈവത്തിന് വിശക്കുമോ? ദൈവത്തിന് വിശക്കില്ല, പക്ഷെ മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് വിശക്കും. മനസ്സിലായോ ഈ പറയുന്നത്? ഇങ്ങനെ ചിന്തിക്കണം. ഇവർ ചോദിക്കുന്നതാണ് ഇതെല്ലാം. ദൈവത്തിന് വേദനയാവോ? ദൈവത്തിന് എന്താ ഉറക്കം വരുമോ? ദൈവത്തിന് ഉറക്കം വരുന്നതല്ല, മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് ഉറക്കം വരും. ക്ലിയർ ആണോ? യെസ്, അങ്ങനെ ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് ദൈവം ഒരേ സമയം, ഈശോ ഒരേ സമയം ദൈവവുമാണ് മനുഷ്യനുമാണ്. ഓക്കെ, നമുക്ക് പ്രലോഭനങ്ങളിലേക്ക് തിരിച്ചു വരാം. ഈശോയ്ക്കുണ്ടായ യഥാർത്ഥ പ്രലോഭനങ്ങൾ ഉദാഹരണം പറയാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കുരിശിന്ന് ഇറങ്ങി വരാൻ പറയുന്നത് എവിടെയാണത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 40-ാമത്തെ തിരുവചനമാണ്. മാത്യു 27:40 എടുത്തേ. മത്തായി 27:40. മതി, 27:40 അതല്ലേ വായിച്ചത്? യെസ്. ഈശോയ്ക്കുണ്ടായ ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രലോഭനങ്ങളിൽ ഒന്നാണത്. കാരണം പറയാം, നമുക്ക് എപ്പോഴാണ് ദേഷ്യം വരിക എന്നറിയാമോ? മനുഷ്യരായ നമുക്ക് എപ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക? പ്രകോപനം, ചെറിയ പ്രകോപനമൊന്നുമല്ല, ചെറിയ പ്രൊവോക്കേഷനൊന്നുമല്ല. എപ്പോഴാണ് നമ്മൾ ദേഷ്യം വരിക എന്നറിയാം? കൺട്രോൾ പോണേന്നറിയാമോ? നമ്മുടെ ഐഡൻറ്റിറ്റിയെ, നമ്മുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ്. രണ്ടാണുങ്ങൾ തമ്മിൽ എപ്പോഴാണ് ശരിക്കും അടി നടക്കണം എപ്പോഴാണെന്നറിയാം? നീ ആണാണെങ്കിൽ തെളിയിക്കടാന്ന് പറഞ്ഞാൽ അപ്പടിക്കും, അവന് തെളിയിക്കണ ആണാണെന്ന്. മനസ്സിലായില്ലേ? കാരണം ഐഡൻറ്റിറ്റിയുടെ ഇഷ്യൂ ആണ്. മനസ്സിലായല്ലോ? നമ്മുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്താൽ ബാക്കി തമാശകളൊക്കെ നമ്മൾ സഹിച്ച് രസിച്ചൊക്കെ കേട്ടിരിക്കും. പക്ഷെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ, നമ്മുടെ സ്വത്വത്തെ ചോദ്യം ചെയ്താൽ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഈശോയ്ക്കറിയാം ഈശോ ദൈവമാണെന്ന്. ഈശോയ്ക്കറിയാം ഈശോ ദൈവമായിരിക്കെ താഴെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. എന്ത്?
നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക. രണ്ടാമതൊരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്, ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ വേദനിച്ചിരിക്കുന്ന സമയത്താണ്. ഓക്കെ, നിങ്ങളിപ്പോൾ നല്ല പല്ലുവേദനയായിട്ടിരിക്കാന്നായിരിക്കും ഉദാഹരണം. അപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് തമാശ പറയാനായിട്ട് കളി തമാശയായിട്ട് ഒരാൾ വരും. അപ്പോൾ നിങ്ങളെന്ത് പറയുക? നിങ്ങളത് എൻജോയ് ചെയ്യുമോ? നിങ്ങളെന്ത് പറയും? മിണ്ടാണ്ടിരിക്കണം, അവിടെ പോയി പണി നോക്കാനൊക്കെ പറയും അല്ലേ? കാരണം വേദനിച്ചിരിക്കുകയാണ്. വേദനിച്ചിരിക്കുമ്പോൾ നമ്മുടെ തനി നിറം പുറത്ത് വരും. നല്ലൊരു അടി കിട്ടിയെന്ന് ഇരിക്കുക, പിന്നിൽ വന്നിട്ട് ഒറ്റ ആൾ നല്ലൊരു അടി അടിച്ചു നിങ്ങളെ. ഉടനെ നിങ്ങൾ ഈശോയുടെ തിരുഹൃദയമേ ഇവൻ്റെ മേൽ കരുണയായിരിക്കണമേ, ഇതാണോ പറയാൻ പോണേ? ആണോ? ആണോ? അടി കിട്ടിയ ഉടനെ നിങ്ങൾ ഈശോയുടെ തിരുഹൃദയമേ കരുണയായിരിക്കണമേ, ഇതാണോ പറയാൻ പോണേ? എന്തായിരിക്കും വരാൻ പോകുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റുമെന്ന് പറയാൻ പോണേന്ന്? നല്ല വേദനിച്ചൊരു അടി കിട്ടുമ്പോൾ അല്ലേ, ഉടനെ സുഹൃദേവം എന്നല്ല വരാമെന്ന് നമുക്കറിയാം. നമ്മുടെ തനി നിറം പുറത്ത് വരും, താന്ന അരിശം വരും. സുഹൃദേവം വേറെ രീതിയിൽ വരും അല്ലേ സാറേ? അതെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു മാനുഷിക സ്വഭാവമാണ്. ഞാനിത് വെറുതെ പറയുന്നല്ല. നിങ്ങളുടെ മാനസിക ബലം, ധൈര്യം, ആത്മീയമായ ശക്തി എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരവസരം നിങ്ങൾ രോഗിയായിട്ട് കിടക്കുമ്പോഴാണ്. നല്ല വേദനിച്ചൊക്കെ കിടക്കുമ്പോൾ അറിയാം നിങ്ങളുടെ തനി നിറം എന്താണെന്ന്. എൻ്റെ ഈ ഇടത്ത് കാലിന് ചെറിയൊരു ഓപ്പറേഷൻ, വലിയ ഓപ്പറേഷനൊന്നുമല്ല, ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലിഗ്മെൻറ്റ് എന്ന് പറയും, ഈ കാലിൻ്റെ മുട്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാരെങ്കിലും ഉണ്ടോ അതിനകത്ത്? നേഴ്സസാണോ? നേഴ്സാണല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ കാൽമുട്ടിൻ്റെ ലിഗ്മെൻ്റ്. ഞാൻ പ്രദേശത്തിൻ്റെ ഒപ്പം ബാസ്കറ്റ് ബോൾ കളിച്ചതാണ്. ചാടി കുത്തി നിന്നപ്പോൾ ഒരു കാല് തന്നെ കുത്തി, ആദ്യം കാല് ട്വിസ്റ്റായി കെട്ടിമറിഞ്ഞ് വീണു. നല്ല വേദനയാണ്. അപ്പോൾ ലിഗ്മെൻറ്റ് പൊട്ടി. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ വേറെ വഴിയൊന്നും ഇല്ല അച്ഛാ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 2012 അപ്പോൾ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ സഹനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം, സഹനം മഹത്തരമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷന് മുമ്പ് ഇവർ ഈ നടുവിനോട്ടൊരു കുത്തും. എന്തിനാണെന്നറിയാം? പകുതി അങ്ങനെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 2 കാല് പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കാലാണല്ലോ ഇതെന്ന്. പിന്നെ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇവർ ഇത് ഓപ്പറേഷനൊക്കെ ചെയ്യും. നമുക്ക് ബോധമൊക്കെ ഉണ്ട്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടില്ല, പകുതി ഇവിടെയാണ് ചെയ്തിട്ടുള്ളൂ. ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊന്നും നമ്മളൊന്നും അറിയില്ല, ഒരു പ്രശ്നമില്ല. കീ ഹോളാണ്. ഈ പറയത്തക്ക വലിയ ഓപ്പറേഷൻ എന്ന് പോലും അതിനെ വിളിക്കാനില്ല. 3 കുത്തു തുളച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവർ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കൊണ്ടുവന്ന് ഇടും നമ്മളെ. ഈ നേഴ്സസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അവരിതൊക്കെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. അവർക്കിതൊന്നൊരു വിഷയമുള്ള കേസല്ല. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലൊരു ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഓപ്പറേഷനൊക്കെ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളവിടെ വന്ന് കിടക്കുമ്പോണ്ടല്ലോ, നമ്മൾ നോക്കുമ്പോൾ ചുറ്റിലും ബെഡിൽ ഇതുപോലെ ആൾക്കാരിങ്ങനെ കിടപ്പുണ്ട്, പല ടൈപ്പ് രോഗങ്ങളായിട്ട്. ചിലർ നിലവിളിക്കുന്നുണ്ട്, ചിലർ. അപ്പം ഞാൻ ഓർത്ത് എന്തിനത്ര നിലവിളിക്കണേ? എനിക്ക് വേദനയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വേദനിക്കാൻ തുടങ്ങി. കുറേ കൂടി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങി. സഹിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ഓപ്പറേഷൻ എനിക്കുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ആരോഗ്യം ഇവിടെ നിന്ന് അങ്ങ് തളർത്തും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു ഒറ്റ കാര്യമുള്ള, ഒരു അച്ഛനല്ലേ, കർത്താവേ പരിചയമുള്ള നഴ്സുമാരും ഡോക്ടർമാരും സിസ്റ്റർമാരൊന്നും ആവല്ലേ. പ്രാർത്ഥിച്ചു, സത്യസന്ധമായിട്ട് പറയാം, ഒക്കെ പരിചയമുള്ളവരാ. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത് യൂറിൻ നോർമലായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ട്യൂബ് ഇടുന്ന ഗതികേട് വരല്ലേ. പ്രാർത്ഥിച്ചു. എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ ഈ നേഴ്സ് ഒരു പയ്യനായിരുന്നു അവിടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ, അവനായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റണില്ല. പറ്റുമോ അച്ഛാ? അച്ഛൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ശ്രമിക്കണേ? ഒന്നും ശ്രമിക്കാനില്ല, യൂറിൻ പാസ് ചെയ്യാൻ പറ്റണ്ടേ. അങ്ങനെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ട്യൂബ് ഇടേണ്ടി വന്നു. തന്നെ നമ്മൾ വിളിച്ച് മോനെ ട്യൂബ് ഇട്ടോന്ന് പറയും, കാരണം യൂറിൻ പാസ് ചെയ്യണ്ട, വയറ് കിടന്നങ്ങ് വീർക്കും. മനസ്സിലായോ? ഞാനിത് ചെറിയൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. എന്താണെന്നറിയാമോ? സഹനത്തെക്കുറിച്ച് പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും വളരെ എളുപ്പമാണ്. ശരിക്കും സഹിക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് എന്താണ് സഹനം എന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഇതൊന്നുമല്ല കേട്ടോ. ഞാൻ തൊട്ടപ്പുറത്തെ ബെഡിൽ നോക്കുമ്പോൾ ഒരു അമ്മച്ചി കിടന്ന് വാവിട്ട് നിലവിളിക്കാം. അമ്മച്ചിയുടെ എല്ലാ മക്കളുടെയും പേരെടുത്ത് നിലവിളിക്കുന്നത്. ഓരോരുത്തരും പേര്. കാരണം അമ്മച്ചിക്ക് ഓപ്പറേഷൻ നട്ടലിനാണ് കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ടാവും?
അപ്പം എന്നോട് പയ്യൻ പറഞ്ഞു, അച്ഛാ അച്ഛനിപ്പോൾ ഒരു 3 കുത്തു കുത്തിയിട്ടല്ലേ ഉള്ളൂ, അതല്ല കേട്ടാ, അതാണ് അമ്മച്ചി ഇടുന്ന നിലവിളിക്കുന്നത്, നിലവിളിയാണ്. ഞാൻ പറഞ്ഞില്ല, അന്ന് രാത്രി ഒരു വാർഷിക ധ്യാനം കൂടിയൊക്കെ ഫലപ്രദമായിരുന്നു. എനിക്ക് മനസ്സിലായി, ഇത്രയേ ഉള്ളൂ നമ്മൾ. പല ആൾക്കാരും കിടക്കണ കൂട്ടത്തിൽ നമ്മൾ വന്ന് കിടക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവും ഇത്രയുള്ള സംഭവം. അവർ നമ്മുടെ സാധനമൊക്കെ മാറ്റി അവരൊരു പച്ച തുണി എടുത്ത് നമ്മളവിടെ കിടക്കും, വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഓപ്പറേഷൻ നല്ലതാ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ വേദനിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് തമാശ പറയാൻ വന്നാൽ നമുക്ക് ഇഷ്ടാവോ? നമ്മുടെ തനി നിറം പുറത്തു വരുന്ന ഒരു സമയമാണത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മബലം, മനഃശക്തി എന്തുമാത്രം ഉണ്ടെന്ന് അറിയാനുള്ള ഒരവസരമാണ് സഹനത്തിൻ്റെ അവസരം. നിങ്ങൾക്ക് ശാന്തമായിട്ട് നേരിടാൻ പറ്റുന്നുണ്ടോ? സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നുണ്ടോ? നിലവിളിക്കാതെ, ആകെ വലിയ പ്രളയം ഉണ്ടായി എന്നുള്ള മട്ടിൽ കരയാതെ ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കുറച്ചും കൂടെ മനഃശക്തി ഉണ്ടെന്ന് ഞാൻ പറയും. അപ്പം അതുകൊണ്ട് ഇവിടെ ഇനി ഈശോയുടെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈശോ കുരിശിൽ കിടക്കുകയാണ്. ഞാൻ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാം, അതിൻ്റെ പ്രത്യേകത എന്താണ്, എവിടെയാണ് ആണി അടിച്ചതൊക്കെ പറയും. ഓക്കെ, തീവ്രമായ വേദനയുടെ അനുഭവമാണ്. തീവ്രമായ വേദനയാണ്. നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നതിനൊക്കെ വേദനയാണത്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വേദനയല്ല. ഞാൻ പറഞ്ഞില്ലേ, മരവിപ്പിച്ചിട്ട് 3 തുളയിട്ടപ്പോഴത്തെ സുഖം എനിക്ക് മനസ്സിലായി മരവിപ്പ് കഴിഞ്ഞപ്പോൾ. ഇത് പച്ച മനുഷ്യനെ പച്ചയോടെ തുളച്ചിട്ടിരിക്കുകയാണ്. നിസ്സാര വേദനയൊന്നുമില്ല. അങ്ങനെ വേദനിച്ച് കിടക്കുമ്പോഴാണ് ഈശോയുടെ സ്വത്വം, ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യാണ്. എന്താണ് പറയുന്നത്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, ഗെറ്റ് ഡൗൺ ഫ്രം ദ ക്രോസ്, കം ഡൗൺ ഫ്രം ദ ക്രോസ്. ഇത് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ബൈബിൾ പണ്ഡിതന്മാരെ, ആത്മീയ ഗ്രന്ഥകാരന്മാരൊക്കെ പറയും, ഈശോയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളിൽ ഒന്നാണ് അത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാനായിരുന്നു കുരിശിൽ കിടന്നത് എന്ന് വിചാരിക്കുക. താഴെ ഒരൊറ്റ ആൾ പിന്നെ അവിടെ ഉണ്ടാവില്ല, എല്ലാത്തിനും ശരിയാക്കി ഉണ്ടാവും. ഇറങ്ങി വരല്ല വേണ്ട, ഇപ്പം ഇറങ്ങി വരാമെന്ന് പറയും. ഇറങ്ങി വരിക മാത്രമല്ല, അവർക്ക് തെളിയിച്ചു കൊടുക്കും. നമ്മൾ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് അതല്ലേ. പക്ഷേ ഈശോ എത്ര ശാന്തമായാണ് സഹിച്ചത്. ഈശോയുടെ മരണം കണ്ടിട്ടാണ് ശതാധിപൻ പറഞ്ഞത്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നെന്ന്. ഈശോയുടെ ഉയർപ്പ് കണ്ടിട്ടല്ല പറഞ്ഞത്, ഈശോ മരിക്കുന്നത് കണ്ടിട്ടാണ് പറഞ്ഞത്. ഈശോ സഹിക്കുന്നത് കണ്ടിട്ടാണ് പറഞ്ഞത്, ഇവനൊരു മനുഷ്യനൊന്നല്ല, ഇവൻ സത്യത്തിൽ ദൈവമാണ്. കാരണം ഒരു മനുഷ്യന് ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ലോജിക്ക്. ഒരു മനുഷ്യന് ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈശോയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രലോഭനങ്ങളിൽ ഒന്നാണ് ഈ കുരിശിൽ കിടന്നിട്ടുള്ള ഈശോയുടെ ഈ സഹനം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ കറക്റ്റ് ആൻസറാണ്, അതൊരു വലിയ പ്രലോഭനമായിരുന്നു. ഇനി എന്താണ് ഈശോയ്ക്കുള്ള ഉണ്ടായ മറ്റ് പ്രലോഭനങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങൾ. ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങൾ മരുഭൂമിയിലെ 3 സംഭവം നമ്മൾ പറഞ്ഞു, ഇനി പറയണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാമത്തെ തിരുവചനം എടുക്കണം. യോഹന്നാൻ 6:15. യോഹന്നാൻ 6:15. ഓക്കെ, ജനങ്ങൾ ഈശോയെ രാജാവാക്കാൻ ശ്രമിക്കുകയാണ്, ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് രാജാവാക്കാനായിട്ട്. ഈശോ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു കാര്യം സത്യമാണ്, ഈശോയെ അന്ന് അനുഗമിച്ചിരുന്ന കുറേയേറെ ജനങ്ങളെങ്കിലും ഈശോ രാജാവാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈശോയെ യഹൂദരുടെ രാജാവാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈശോ ആഗ്രഹിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, അവരാഗ്രഹിച്ചിട്ടുണ്ട്. അവൻ ആ രാജാവായി തീരുമെന്ന് പ്രതീക്ഷിച്ചവരുണ്ട്. അതുകൊണ്ടാണ് സബദി പുത്രന്മാരുടെ അമ്മ വന്ന് പറയണത്, എന്താണ്, അപ്പുറത്തിപ്പുറത്ത് മന്ത്രിമാരാക്കണം എന്നാണ് ഈ പറഞ്ഞത്. നീ രാജാവാകുമ്പോൾ എൻ്റെ മക്കളെ മന്ത്രിമാരാക്കണം, അപ്പുറത്തിപ്പുറത്ത് ഇരുത്തണം അവരെ. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പ്രലോഭനം, അല്ലെങ്കിൽ പ്രലോഭനത്തിലേക്ക് ഈശോയെ നയിച്ചിട്ടുണ്ട് മറ്റുള്ളവർ. ഈശോ അതിലെ തരണം ചെയ്തു. ഈശോ അത് വീണില്ല അതിൽ. മനസ്സിലായോ? മനുഷ്യനുണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പ്രലോഭനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ അധികാരത്തിന് വേണ്ടിയുള്ള പ്രലോഭനം. ഒരു മനുഷ്യനുണ്ടാകുന്ന ബേസിക് ടെംപ്റ്റേഷനുകളിൽ ഒന്നാണത്.
മനസ്സിലായോ? അത് കുടുംബത്തിൽ പോലും അങ്ങനെ തന്നെയാണ്, സാധാരണ ജീവിതത്തിൽ പോലും അങ്ങനെയാണ്. ഈ അധികാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മാത്രമാണ് അധികാരം എന്ന് വിചാരിക്കരുത്. നമുക്കൊക്കെ അധികാരമുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവരല്ലേ നിങ്ങൾ കൂടുതൽ പേരും. ചിന്തിച്ചു നോക്ക്, അധികാരം എന്ന് പറയുന്നത് ഒരു വലിയ പ്രലോഭനമാണ്, അല്ലേ? ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ ഭർത്താവ് എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ആഗ്രഹിക്കുന്നില്ലേ? ഉറപ്പായിട്ടും. ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? എന്നെ അവൾ മാനിക്കണം, ഇല്ലേ? യെസ്. മാനിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. എൻ്റെ അധികാരത്തെ എന്നെ അവൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൻ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഈ പ്രലോഭനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് നിങ്ങൾ വാ. എന്താണ് പിശാച് പറയുന്നത്? ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ആരാധിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ രാജാവാകാനുള്ള പ്രലോഭനത്തിൻ്റെ ഒരു കഥാരൂപമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? യെസ്. സത്യത്തിൽ അധികാരം നേടാനുള്ള ഒരു ഇൻവിറ്റേഷൻ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈശോയ്ക്ക് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ആ യാഥാർത്ഥ്യം തന്നെയാണ് വേറെ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രലോഭനം ഈശോയ്ക്കുണ്ടായത് നിങ്ങൾക്കറിയാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഓക്കെ, പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 22-ാം വാക്യം, അധ്യായമല്ല വാക്യം, 16-ാം അധ്യായം 22-ാം വാക്യത്തിലാണ്. പത്രോസ് ലീഹ ഈശോയോട് പറയാണ്. അപ്പോൾ ഈശോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വെൽഡൺ പത്രോസൊക്കെ പറഞ്ഞു, വെരി ഗുഡ് ഒക്കെ പറഞ്ഞിട്ട് ഈശോ പിന്നെ പറയുന്നത് എന്താണ്? ഞാൻ സഹിക്കാൻ പോവാണ്. അതാണ് ഈശോ പിന്നെ പറയണേ. മനുഷ്യപുത്രൻ പാപികളുടെ കൈകൾ ഏൽപ്പിക്കപ്പെടും, അവരവനെ പീഡിപ്പിക്കും, അവരെന്നെ വധിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസിന് ഇത് തീരെ പിടിച്ചില്ല. പത്രോസ് എന്താ പറയുന്നത്? കർത്താവേ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പം എന്താണ് ഈശോ പത്രോസിനെ വിളിക്കുന്നത്? സൈറ്റൻ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. സാത്താനെ, എന്നിൽ നിന്ന് അകന്നു പോവുക. എന്താണ് ഇവിടുത്തെ പ്രലോഭനം എന്താണെന്ന് ചോദിച്ചാൽ സഹനമൊന്നും വേണ്ട എന്ന് പറയുന്നതാണ് പ്രലോഭനം. സഹനമൊന്നും വേണ്ട, ഈ കഷ്ടപ്പാടൊന്നും വേണ്ട. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വലിയൊരു ടെംപ്റ്റേഷനാണിത്. സഹനമൊന്നും വേണ്ട. ആർക്കും വേണ്ട സഹനമൊന്ന്. മനസ്സിലായോ? സഹനമൊന്നും ഇന്ന് വേണ്ട. ഏത് തലത്തിൽ നിങ്ങൾ ചിന്തിച്ചാലും അതാണ് ഇന്നുണ്ടാവുന്ന വലിയൊരു പ്രലോഭനം. കുട്ടികൾക്ക് എന്താണ്? പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം, പഠിക്കാനൊന്നും പറ്റില്ല. അതിനവർ കാണുന്ന എളുപ്പവഴിയാണ് കോപ്പി അടിക്കുക. അതിന് കാണുന്ന മറ്റൊരു എളുപ്പവഴിയാണ് അച്ഛാ ഈ പേനയൊന്ന് വെഞ്ചിരിച്ച് തലയിലൊന്ന് കഴിച്ച് പ്രാർത്ഥിച്ച്. ഇതൊക്കെ നല്ലതാണ് കേട്ടോ, ഞാൻ ഇത് രണ്ടും ചെയ്തു കൊടുക്കാറുണ്ട്. ഒപ്പം ഞാൻ പറയും, നീ പഠിച്ചിട്ടില്ലേ മോനെ? പഠിക്കണം കേട്ടോ. ഇതൊക്കെ വെഞ്ചിരിപ്പൊക്കെ നല്ലതാണ്, പക്ഷെ നീ പഠിക്കണം. മനസ്സിലായോ ഞാൻ പറയണത്? യെസ്. ഇന്ന് രോഗശാന്തി വേണം എല്ലാവർക്കും. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, കർത്താവേ ഈ സഹനത്തെ നേരിടാനുള്ള ശക്തി എനിക്ക് തായോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഇത് മാറ്റി കിട്ടണം, അല്ലേ? ഒരു കാലിനൊരു വേദന വന്നാൽ ഇതെങ്ങനെയെങ്കിലും മാറ്റി കിട്ടണം. അത് മരുന്നുകൊണ്ട് മാറണില്ലെങ്കിൽ ഉടനടി രോഗശാന്തി നടക്കണം. ശരിയല്ലേ? ആരെങ്കിലും പറയുന്നുണ്ടോ, കർത്താവേ ഇത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തായോ? അങ്ങനെ പ്രാർത്ഥിച്ചവരാണ് വിശുദ്ധരെന്ന് പറയുന്നത്. നമ്മുടെ ഓറിയൻറ്റേഷനൊക്കെ ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയെങ്കിലും നമുക്ക് സഹനങ്ങളെല്ലാം ഇല്ലാതാക്കണം. ഇത് ഈശോ നേരിട്ട ഒരു പ്രലോഭനമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈശോ നേരിട്ട വലിയൊരു പ്രലോഭനമാണിത്. അത് സഹനമൊന്നും വേണ്ട, ഒരു സഹനം വേണ്ട. അത് പത്രോസാണ്. അതോ കർത്താവിന് മനസ്സിലായി ഇത് പറയണത് പത്രോസല്ല എന്ന്. അതാണ് കർത്താവ് ഉടനെ വിളിച്ചു, നീ പത്രോസ എന്നല്ല വിളിച്ചല്ലേ? ഈശോയ്ക്ക് അത് മനസ്സിലായി. ഈശോ പറഞ്ഞു, സാത്താനെ മാറി നിൽക്ക്, നീ സാത്താനാണെന്ന് ഈശോയ്ക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ നിന്നിലൂടെ സംസാരിച്ചത് സാത്താനാണെന്ന് ഈശോയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ്. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഈശോയ്ക്ക് ജീവിതത്തിലുടനീളം പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈശോയെ എങ്ങനെയാണ് പ്രലോഭനങ്ങൾ നേരിട്ടതെന്ന്, സത്യദൈവവും സത്യമനുഷ്യനായ ഈശോ എങ്ങനെയാണ് പ്രലോഭനങ്ങൾ നേരിട്ടതെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് നേരിട്ടത്? പ്രാർത്ഥന, ഉപവാസം, ദൈവവചനം. പ്രലോഭനങ്ങളെ ഏത് കാലത്തും നേരിടാനുള്ള വഴികളാണ് ഇതെല്ലാം. പ്രാർത്ഥന, ഉപവാസം, ദൈവവചനം. ഈ 3 വഴികളാണ്. പ്രാർത്ഥന, ഉപവാസം,
ദൈവവചനം. ചില കാര്യങ്ങൾ നമുക്ക് നേരിടണമെങ്കിൽ ഉപവസിക്കുക തന്നെ വേണം. ചില കാര്യങ്ങൾ നേരിടണമെങ്കിൽ നമ്മൾ വചനം വായിച്ച് മനപ്പാടമാക്കി വചനം ആവർത്തിച്ച് നേരിടേണ്ടി വരും. ചില പ്രലോഭനങ്ങൾ നമുക്ക് പ്രാർത്ഥന കൊണ്ട് നേരിടേണ്ടി വരും. അപ്പോൾ ഈ മാർഗങ്ങളാണ് ഏത് കാലഘട്ടത്തിലുള്ളത്, ഏത് തരം പ്രലോഭനമാണെങ്കിലും. മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ചോദ്യങ്ങൾ? ഈശോയുടെ ഉത്ഥാനം വരെ എന്തായാലും നമ്മൾ പറയും. അത് കഴിഞ്ഞും കുറച്ചുകൂടെ പറയാനുണ്ട്, സമയം പോലെ ചെയ്യാം. ഇന്ന് സപ്പറിന് ശേഷം ക്ലാസ് ഇല്ല കേട്ടോ. ഇന്നലെ ഞാൻ കുറച്ച് നേരം എടുത്തത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ആരംഭത്തിലെ സെഷൻ പിതാവ് വന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം പോയതുകൊണ്ട് ഡൊമിനിക് എന്നോട് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. കുറച്ച് സമയം എടുത്തു വച്ചാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തത്. ഇന്ന് സപ്പറിന് ശേഷം എടുക്കില്ല. നമുക്ക് ഇനിയിപ്പോൾ 4 മണിക്ക് നിർത്തും. കാപ്പി കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് സമയം എടുത്ത ക്ലാസ്? 6 അല്ലേ? അത് 6:30യോ? 6:30ക്ക് ആരാധനയല്ലേ? അത് കഴിഞ്ഞ ക്ലാസ് അല്ലേ? ഇല്ലേ, വൈകിട്ട് ക്ലാസ് ഇല്ലേ? ജപമാലി അല്ല. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ പറഞ്ഞു? എനിക്കറിയില്ല ചോദിക്കണേ. 4 മണിക്ക് കാപ്പിക്ക് വിടും. ആ കാര്യത്തിൽ തീരുമാനമായി. 6 തൊട്ട്. അത് 6:30 ആണോ? 6 തൊട്ട് 7 വരെയാണോ ക്ലാസ്? ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല. ഓ, ലാസ്റ്റ് ടെംപ്റ്റ് അത് പറയാം, അതിലേക്ക് വരാം. ഇതൊന്ന് ഫിക്സ് ചെയ്യാം നമുക്ക്. ക്ലാസ് എപ്പോഴാണെന്നൊന്ന് പറഞ്ഞാൽ 4 മണിക്ക് കഴിഞ്ഞാൽ പറയാട്ടോ, ഞാൻ പറയാം. 6 മണിക്കാണോ? നമുക്ക് ആരാധന എപ്പോഴാണ്? ആരാധന ഇല്ലേ? ഇല്ല അല്ലേ? പേഴ്സണലായിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഭക്ഷണം കഴിക്കണേ? 8:30 8? അല്ല, നിങ്ങൾ പറഞ്ഞോ. അതെ, ഭക്ഷണത്തിൻ്റെ സമയം നമ്മുടെ ഇഷ്ടം പോലെ പറയാൻ പറ്റില്ല, അതവിടെ റെഡി ആവണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, 4 മണിക്ക് കാപ്പി കുടിക്കാൻ പോകുമ്പോൾ എത്ര മണിക്കാണ് ആദ്യം ഭക്ഷണം എന്നൊന്നും ചോദിച്ചറിയേ. ക്ലാസ് നമുക്ക് 6:30ക്ക് തുടങ്ങാം, നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ. 6:30 മതി, കുറച്ച് ഗ്യാപ്പ് ഇടട്ടെ. ഓക്കെ, ഞാൻ 6 മണിക്ക് വേണമെന്നുള്ളവർ ഇവിടെ വന്നിരുന്ന് നോട്ടൊക്കെ വായിച്ച് ഒരുങ്ങിക്കോ, കുഴപ്പമില്ല. 6:30 പോരെ? അതെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ. 6:30ക്ക് തുടങ്ങാം. 6:30ക്ക് എനിക്ക് മലമ്പുഴ ഒന്നും പോകാനില്ല, പക്ഷെ എനിക്കിവിടെ അടുത്താണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു വയസ്സായ ആൾക്കാരുടെ നോക്കണ സ്ഥാനം. അവിടുത്തെ അച്ഛൻ ഡയറക്ടർ എൻ്റെ സ്റ്റുഡൻ്റാണ്, സജിൻ അച്ഛൻ. അപ്പം അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നു പോകാവുന്നല്ലേ ഉള്ളൂ, കോമ്പൗണ്ട് കൂടെ കിടക്കാം. ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരും. എന്നാലും 6:30ക്ക് നമുക്ക് ക്ലാസ്. ഓക്കെ, ഭക്ഷണത്തിൻ്റെ സമയം അവർ പറയുന്നതനുസരിച്ച്. 8:30 ആണെങ്കിൽ അപ്പം 8:30 വരെ ക്ലാസ്, 8 ആണെങ്കിൽ 8 വരെ ചോദിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അത് തീരുമാനമായി. ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നാണ് ചോദിച്ചത്. അതായത് ഗ്രീക്ക് സാഹിത്യകാരനായ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫേമസ് ആണ് ആള്, നിക്കോസ് കസാന്ത്സാക്കിസ്. അദ്ദേഹത്തിന് എഴുതിയ ഒരു പുസ്തകമാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ക്രിസ്തുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന പേരിൽ അതിൻ്റെ തർജ്ജമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് കസാന്ത്സാക്കീസിൻ്റെ ഭാവനയാണ്, നോവലാണ്. ഓക്കെ, അപ്പോൾ കസാന്ത്സാക്കീസ് ഇതേ കസാന്ത്സാക്കീസ് തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് സെയിൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. സുന്ദരം പുസ്തകമാണ്, അത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയും. ഓക്കെ, സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ പച്ചയായ ഫ്രാൻസിസ് അസീസിയെ നമുക്കവിടെ കാണാൻ സാധിക്കും. മനുഷ്യനായ ഫ്രാൻസിസ് അസീസി നേരിട്ട പ്രലോഭനങ്ങൾ, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് സുന്ദരം പുസ്തകമാണ്, നിർബന്ധമായിട്ടും വായിക്കണം. പക്ഷേ ഈ പുസ്തകം ഞാൻ നിർബന്ധമായിട്ട് വായിക്കണം എന്ന് പറയില്ല. കാരണം ഫ്രാൻസിസ് അസീസി അല്ല കർത്താവ് ഈശോ മിശിഹ. ഫ്രാൻസിസ് അസീസി വെറും ഒരു മനുഷ്യനാണ്. കാര്യം വിശുദ്ധനാണ്, പക്ഷേ മനുഷ്യനാണ്. ഈശോ സത്യദൈവവും സത്യമനുഷ്യനുമാണ്. പക്ഷേ ഈശോയുടെ ആ മാനുഷികതയെ മാത്രം പരിഗണിച്ചുകൊണ്ട് കസാന്ത്സാക്കീസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക്
കുരിശിൽ കിടക്കുകയാണ്. അതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് പെട്ടെന്നൊരു മയക്കം, ഒരു പ്രത്യേക എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് പോലെ ഈശോ ഇങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈശോ പെട്ടെന്ന് ഒരു ചിന്ത ഈശോയുടെ മനസ്സിലേക്ക് വരികയാണ്. എന്താണ് ആ ചിന്ത? എന്തിനാണ് ഈ കുരിശ് കിടന്ന് ഇങ്ങനെ സഹിക്കുന്നത്? മേരി മാഗ്ദലനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. ഇതൊരു ചിന്ത മാത്രമാണ്, മനസ്സിലായല്ലോ? ഓക്കെ, കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് ഉണ്ടാകുന്ന പ്രലോഭനം, ഒരു ചിന്ത, അതാണ് തീം. ഇനി മേരി മാഗ്ദലനായിട്ട് ഈശോ ഒരുമിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആ ചിന്തയെ വർണ്ണിച്ചിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ നോവലിൻ്റെ കേന്ദ്ര വിഷയമായിട്ട് വരുന്നത് ഈശോയും മേരി മാഗ്ദലനും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. എന്നിട്ട് നോവൽ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഇതൊക്കെ അങ്ങനെ വർണ്ണിച്ച് അവസാനം ഞാൻ വായിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, വെയിറ്റ്, അവസാനം ഈശോ റിയലൈസ് ചെയ്യാണ്, തിരിച്ചറിയണം, അയ്യോ ഇത് പ്രലോഭനാണല്ലോ എന്ന് ഈശോ തിരിച്ചറിയുന്നു. പ്രലോഭനത്തെ ഈശോ എതിർക്കുന്നു, ഈശോ മരിക്കുന്നു. പ്രലോഭനത്തെ തോൽപ്പിച്ചു. ആ അർത്ഥത്തിൽ പോസിറ്റീവാണ്. പക്ഷേ ഈ പുസ്തകം വായിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഈശോയെക്കുറിച്ചുള്ള ഒരു ദൈവികമായ ഭാവമൊന്നുമല്ല കിട്ടാൻ പോകുന്നത്. ഒരു മാനുഷികമായ ചിന്ത കടന്നു വന്നേക്കാം. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് വായിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ക്രിട്ടിക്കലായിട്ട് വായിക്കുക. അയാൾ ഒരു വലിയൊരു നോവലിസ്റ്റ്, വലിയ സാഹിത്യകാരനാണ്, ലോകപ്രശസ്തനാണ് ആൾ, നിങ്ങൾക്കറിയാം, നിക്കോസ് കസാൻസാക്കിസ്. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഈശോയുടെ ആ മാനുഷികതയെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനായ ഈശോയ്ക്ക് ഉണ്ടായ പ്രലോഭനം എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് ഒരു പ്രലോഭനം ഉണ്ടായി എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് നോവൽ മൊത്തം നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു വിഷയം നമുക്ക് തോന്നും. ഒരിക്കലും ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ ചിന്തയായിട്ടല്ല ഇവിടെ കസാൻസാക്കിസ് അവതരിപ്പിച്ചിരിക്കുന്നത്, മനുഷ്യനായ ഈശോയുടെ ചിന്തയാണ്. ഈശോ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണല്ലോ, മനസ്സിലായോ പറയുന്നത്? അപ്പം മനുഷ്യനായ ഈശോയ്ക്ക്, പച്ച മാംസമുള്ള പച്ച ചോരയുള്ള ഈശോയ്ക്ക് ഉണ്ടായ പ്രലോഭനമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ആ പ്രലോഭനത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അവസാനം ഒരു അധ്യായത്തിൽ ആ പ്രലോഭനം ഈശോ തിരിച്ചറിയുന്നു, അയ്യോ പ്രലോഭനമാണെന്ന് ഈശോ തിരിച്ചറിയുന്നു. പിതാവേ അങ്ങ് കരങ്ങൾ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ മരിക്കുന്നു. അപ്പോൾ പ്രലോഭനത്തെ ഈശോ തോൽപ്പിച്ചു. അതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ. ഇതിന് ബിബ്ലിക്കൽ ബേസിസ് ഒന്നുമില്ല, ബൈബിളിൽ പറയണമൊന്നുമില്ല. ഇത് ഇയാളുടെ ഒരു സാഹിത്യ സൃഷ്ടിയാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പോപ്പുലറായി. അതുകൊണ്ടാണ് മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടായി, മറ്റ് പല ഭാഷകളുടെ ട്രാൻസ്ലേഷൻ ഉണ്ടായി. ഒരുപാട് പേര് ഇത് വായിച്ചു, ഇത് സിനിമയാക്കി അവർ. മനസ്സിലായത്? സിനിമയുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, സിനിമയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സാഹിത്യം എന്ന രീതിയിലാണ് ഇതിനെ കാണണ്ടു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അല്ല, അതിനകത്ത് അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമുക്ക് എന്താ പറയുക, ഞാൻ പേഴ്സണലി അത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണെന്ന് പറയില്ല. പക്ഷേ ഇതേ നിക്കോസ് കസാൻസാക്കിസിൻ്റെ തന്നെ സെയിൻറ്റ് ഫ്രാൻസിസ് വായിക്കണമെന്ന് ഞാൻ പറയും. കാരണം അത് വേറൊരു പ്രസൻറ്റേഷനാണ്. അത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു വായനയാണ്. ഇതെന്തുമാത്രം വിശുദ്ധീകരിക്കും എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ? അപ്പോൾ ചില വായനകൾ നമ്മൾ വിശുദ്ധീകരിക്കും, ചിലത് വിശുദ്ധീകരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ വായന എനിക്കറിയില്ല, നമ്മളൊരു സാഹിത്യ സൃഷ്ടി എന്ന രീതിയിൽ കണ്ടാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. എന്നാൽ പോലും പക്ഷെ ആ കുഴപ്പമില്ല. പക്ഷെ ആ നോവലിലുടനീളം ഊന്നൽ വന്നിരിക്കുന്നത്, അതായത് വരില്ലെന്നല്ല, ഞാൻ അതിനേക്ക് ഉപരിയായിട്ട് ഇതിൽ വർണ്ണനകൾ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹ്യൂമൻ ലെവലിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈശോ മേരി മാഗ്ദലനോട് വർത്താനം പറഞ്ഞു നടക്കുന്നു, മാഗ്ദലനോട് സംസാരിക്കുന്നു, അതാണ് വർണ്ണന മുഴുവൻ. അപ്പോൾ ഒരു നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതായിരിക്കും തങ്ങി നിൽക്കുക, അല്ലേ? മനസ്സിലായോ ഞാൻ പറയുന്നത്? ആർത്ഥത്തിൽ പറഞ്ഞതല്ല, അത് സാഹിത്യ സൃഷ്ടി എന്ന രീതിയിൽ അതിനെ വിലയിരുത്താൻ ഞാൻ ആളല്ല. ഒരു ആത്മീയ ഗ്രന്ഥം എന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ അതിനെ റെക്കമെൻഡ് ചെയ്യില്ല. മനസ്സിലായല്ലോ പറഞ്ഞത്? അതേസമയം ഈ മനുഷ്യൻ തന്നെ എഴുതിയ സെയിൻറ്റ് ഫ്രാൻസിസ് നിങ്ങൾ വായിക്കുക, അത് നമ്മളൊരു വാർഷിക ധ്യാനം കൂടിയ ഫലം നിങ്ങൾക്ക് നൽകും. മലയാളം ട്രാൻസ്ലേഷൻ ഇറങ്ങിയിട്ടുണ്ട്, പ്രൊഫസർ ജോസഫ് മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൻറ്റ് ഫ്രാൻസിസ് എന്ന പേരിൽ തന്നെ നിങ്ങൾക്കത് വായിക്കാൻ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും, വായിക്കാൻ കിട്ടും. ഞാൻ 2 പ്രാവശ്യം വായിച്ച പുസ്തകമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെ അങ്ങ് മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് വായിക്കണം, മനസ്സിലായല്ലോ? അത് നമ്മളിലുള്ള മനുഷ്യനെ തിരിച്ചറിയാൻ അത് സഹായിക്കും. എങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ആസക്തികളോട് പോരാടി എന്നുള്ളതാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്.
നിസ്സാര കാര്യമൊന്നുമില്ല, അത് മനോഹരമായ പുസ്തകമാണ്. ഓക്കെ. സാക്കീസ്, കസാൻഡ് സാക്കീസ്. കസാൻഡ് KASAND, ദ് എന്നുണ്ട്, ഡി ഒരു അപ്പോസ്ട്രോഫി പോലെ ഇടുക. ദ് സാക്കീസ്, SAKS, കസാൻഡ് സാക്കീസ്. ചുമ്മാ നെറ്റിലൊന്നും അടിച്ചാൽ മതി. നിക്കോസ്, NIKOS, നിക്കോസ്. അപ്പോൾ ഇവരെയൊക്കെ വലിയ സാഹിത്യകാരന്മാരാണ്. ഇവരെയൊന്നും വിലയിരുത്താൻ നമ്മൾ ആൾക്കാരല്ല. എന്നാൽ പോലും നമ്മൾ പറയില്ലേ, ഒരു ആത്മീയമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു സാഹിത്യ സൃഷ്ടി എന്ന നിലയിലല്ല. സാഹിത്യ സൃഷ്ടി എന്ന നിലയിൽ അത് സ്വീകരിക്കപ്പെട്ട കൃതിയാണ്. അതുകൊണ്ടാണ് അതിന് ട്രാൻസ്ലേഷൻസൊക്കെ ഉണ്ടായത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും? അതെന്താണ്? നമുക്കറിയാം ചില കാര്യങ്ങൾ, നമുക്ക് പിശാചിൻ്റെ കാര്യമൊക്കെ വിടുക, നമുക്ക് മാനുഷികമായിട്ട് തന്നെ പറയാം. നമ്മളിലുള്ള ചില ആസക്തികളെ ജയിക്കണമെങ്കിൽ ഓക്കെ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരാറില്ലേ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. ഇപ്പം നമുക്ക് ചെറിയൊരു കാര്യത്തെ ജയിക്കണമെങ്കിൽ സാധാരണ ഇതിൽ ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ ചില ആസക്തികൾ നമ്മൾ ജയിക്കണമെങ്കിൽ കൂടുതൽ ത്യാഗം, കൂടുതൽ പരിശ്രമം എടുക്കേണ്ടി വരും. ശരിയല്ലേ? പ്രത്യേകിച്ച് ജഡികാസക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഈ ജഡിക പാപങ്ങൾ വരുമ്പോൾ സാധാരണ കുമ്പസാരത്തിൽ നമ്മൾ പറയുന്നത് അതാണ്. ചിലർ പറയും, അച്ഛാ എനിക്കിതിനെ ജയിക്കാൻ പറ്റുന്നില്ല, ഞാനിതിൽ വീണുപോയി, എനിക്കിതിനെ മറികടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ, ആ വ്യക്തിയുടെ, സഹോദരൻ്റെ അല്ലെങ്കിൽ ആ സഹോദരിയുടെ ജീവിതത്തിൽ ആത്മീയമായ കൂടുതൽ ശക്തിയുടെ ആവശ്യം ഉണ്ട്. ചെറിയൊരു പ്രാർത്ഥനയൊന്നും അപ്പോൾ പോരാ. അപ്പം പറയും നമ്മൾ, എന്താ പറയുന്നത്, ഇത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപവസിക്കണം. എന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ സെൻസ്? എന്താണ് സത്യത്തിൽ ഉപവാസം? നമുക്ക് താല്പര്യമുള്ള ഒരു ഭക്ഷണം നമ്മൾ വേണ്ടാന്ന് വയ്ക്കുകയാണ്. ന്യായമായി അനുഭവിക്കാവുന്ന ഒരു സാധനം അല്ലേ? ശരിയല്ലേ? ഭക്ഷണം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പട്ടിണി എടുക്കൊന്നുമല്ല, ഭക്ഷണമുണ്ട്, പക്ഷെ ഞാൻ വേണ്ടെന്ന് വയ്ക്കാം. അപ്പം ന്യായമായി അനുഭവിക്കാവുന്ന ഒരു കാര്യം ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ രൂപപ്പെടുത്തുകയാണ്. എന്ത്? ചില കാര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ മാനുഷികമായ അർത്ഥത്തിൽ പറഞ്ഞാൽ പോലും എൻ്റെ മനഃശക്തി കൂടും, ഒപ്പം ആത്മീയ ശക്തിയും കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഉപവാസം മാത്രമല്ല, പ്രാർത്ഥനയും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ കൂടുതൽ ശക്തി ആവശ്യമാണ്. ഇനി ചേട്ടൻ ഈ ആസക്തി എന്നുള്ള വാക്കിന് പകരം അതിന് പിശാചെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല, സംഭവം ഒന്ന് തന്നെ. ഓക്കെ. ഒരുപാടില്ല സത്യത്തിൽ, നമ്മൾ കരുതുന്നത് പോലെ ഷോർട്ടാണ്. ഇന്ന് നിങ്ങൾ ഹോളി ലാൻഡിൽ പോവുകയാണെങ്കിൽ എനിക്ക് കൃത്യം ദൂരം അളന്ന് പറയാൻ എനിക്കറിയില്ല, മീൻസ് അങ്ങനെ കൃത്യം പറഞ്ഞാൽ അറിയാം, പക്ഷെ ഒത്തിരി ദൂരമില്ല. അത്രയൊന്നുമില്ല, 2 കിലോമീറ്റർ ഒന്നുമില്ല. നമുക്ക് നടന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പോവാം. ഇന്ന് ഈ സ്ഥലത്തെല്ലാം ഇവർ കച്ചവടക്കാരൊക്കെയാണ് ഇരിക്കുന്നത് കുറേ സ്ഥലത്ത്. ഇത് ഇന്ന് കോമൺ പ്ലേസ് ആയി കഴിഞ്ഞു. നമ്മൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ വിശദമായിട്ട് ഇതെല്ലാം പറയും. അതിൻ്റെ തീവ്രത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മരിച്ചു നമുക്ക് പറയാം, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാം. ഓക്കെ. മരണം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ പറയും. ഓക്കെ, നമുക്ക് പറയാം. മനസ്സിലായില്ല? ഉപവാസം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം മാത്രം അത് വരുന്നുള്ളൂ, ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കുന്നത്. ഭക്ഷണം എന്നില്ല. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഭക്ഷണം മാത്രമാക്കി മാറ്റണ്ട. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ടത് ഭക്ഷണത്തേക്ക് കൂടുതലായിട്ട് മൊബൈൽ ഫോണാണ്. കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്ന് കരുതി ഭക്ഷണമൊന്നും വേണ്ടാന്ന് വെക്കുന്നതിൽ അർത്ഥമില്ല എന്നല്ല കേട്ടോ, അങ്ങനെയും പറയരുത്. മനസ്സിലായ? ഭക്ഷണമൊന്നും വേണ്ടാന്ന് വെക്കേണ്ട, നമുക്ക് ഇറച്ചി മീനൊക്കെ കഴിക്കടാവേ എന്ന് പറഞ്ഞേക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. പക്ഷേ എന്താണ് ഇതിലെ സെൻസ്? നമ്മളെ അടിമപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സെൻസ്. ഭക്ഷണത്തിന് പകരം മൊബൈൽ ഫോൺ എടുത്തോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ചെറുപ്പക്കാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നോമ്പ് അതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ നോമ്പൊന്ന് അഭ്യസിപ്പിക്കുന്നത് നല്ലതാണ്. നോമ്പ് കാലത്തല്ല, എല്ലാ കാലത്തും. മൊബൈലില്ലാതെ ഒന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊന്നും പറ്റുമൊന്നുമില്ല.
അതൊന്നും നിങ്ങൾ വേണ്ടാന്ന് വെപ്പിച്ചാൽ നടക്കാനും പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമോ? നിങ്ങളുടെ മക്കളുടെ അടുത്ത് രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 9 മണി വരെ ഉപയോഗിച്ചോ, അത് കഴിഞ്ഞാൽ മോളെ നമുക്കിത് ഉപയോഗിക്കണ്ട, ഇവിടെ കോമൺ ആയിട്ട് സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എളുപ്പമല്ല കേട്ടോ, എളുപ്പമല്ല. യുദ്ധം ചെയ്യും പിള്ളേർ. ഒരു 9 മണി നിങ്ങൾ അല്ലെങ്കിൽ ഒരു സമയം വെക്കുക. 9 എന്നുള്ളത് 9:30 വെച്ചോ, മാക്സിമം 10 വെച്ചോ. പറ്റുമോ? 10 മണി മുതൽ മോനെ നാളെ രാവിലെ 6 മണിക്ക് നീ എടുത്തോ, പറ്റുമെന്ന് നോക്ക്. ഇറ്റ്സ് നോട്ട് ഈസി. നടക്കണ ഒരു സ്ഥലമുണ്ട്, അത് സെമിനാരിയാണ്. അവിടെ തന്നെ എല്ലാം നടക്കും. കാരണം അവർക്ക് അച്ഛനാവും ആഗ്രഹങ്ങളുണ്ട്. അല്ല, നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾ കാരണവന്മാർ മക്കളെ കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ രക്ഷപ്പെട്ടു എന്നർത്ഥം. വേറെ ഒന്നും എനിക്ക് അതിന് പറയാല്ലേ. അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, മോനെ ഈ സാധനം നമുക്ക് ആവശ്യമാണ്, ഉപയോഗിക്കണം. പക്ഷേ ഇത് ഞാനൊരിക്കലും പറയില്ല ഈ സാധനം വേണ്ടെന്ന്. നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നോക്കണത് എന്താ? കാരണം എപ്പോഴും സെമിനാരിൽ എന്ത് കാര്യത്തിന് വിളി വരിക എനിക്ക് പറയാൻ പറ്റില്ല. നേരത്തെ ഞാൻ നിങ്ങളുടെ അനുവാദപ്രകാരം ഫോൺ വിളിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മളൊരു ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് വേണ്ടി വരും. ഒരു കാര്യം പെട്ടെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കേണ്ടി വരും. പല കാര്യങ്ങൾ വരാം. ഇത് ആവശ്യമാണ്. പക്ഷേ ഇത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ തലമുറ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. നിയന്ത്രിതമായ ഉപയോഗം. ഇത് വിദ്യാലയങ്ങളിൽ പോലും നടക്കുന്നില്ല, നമുക്കറിയാം. ടീച്ചേഴ്സിനോടൊന്നും റെസ്പെക്റ്റ് ഇല്ല, നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ പലരും ടീച്ചേഴ്സാണല്ലോ, നിങ്ങൾക്കറിയാം. സംഗതികളൊക്കെ മാറിയെന്ന്. കുടുംബത്തിലെങ്കിലും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഈ കാര്യത്തിൽ. അവർ നെറ്റ് ഉപയോഗിച്ചോട്ടെ, പക്ഷേ ഇന്ന സമയം വേണ്ട. ഫോൺ ഉപയോഗിച്ചോട്ടെ, ഇന്ന സമയം വരെ ഇന്ന സമയം വേണ്ട. അത് സാധിക്കണമെങ്കിൽ ആദ്യം നിങ്ങളത് നിയന്ത്രിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഇത് മാറ്റി വയ്ക്കുകയാണ് എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? ഭയങ്കര വ്യത്യാസം കുടുംബത്തിൽ വരും. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇന്ന് നിങ്ങൾക്കറിയാമോ, ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ പോലും എല്ലാവരും ഇത് കുത്തിക്കുറിച്ചിരിക്കുകയാണ്. ആരെ മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ ആളില്ലെന്ന്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. മനസ്സിലായല്ല? ഇപ്പം ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അനുവാദം തന്നിരിക്കും. എന്ത് ക്ലാസ് ആയിരിക്കും പിന്നെ? അത് ഭയങ്കര ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു പ്രലോഭനമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രലോഭനമാണ്. അപ്പോൾ സഹോദരൻ ചോദിച്ചുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞതാണ്. ഭക്ഷണത്തേക്കാൾ വലിയ നോമ്പുകൾ ഇന്നുണ്ട്. അത് പറയാൻ ആഗ്രഹിച്ചത് ഡിജിറ്റൽ നോമ്പുകൾ. ഓക്കെ, 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തേക്ക് പോകാം. കണ്ടിന്യൂ ചെയ്തോട്ടെ? കണ്ടിന്യൂ ചെയ്യാം. യെസ്. ഈശോയുടെ മരണം. ഈശോയുടെ മരണം. ഈശോയുടെ മരണം. ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് ഈശോയുടെ മരണത്തിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഈശോയെ വധിച്ചു. അപ്പം ഞാനിവിടെ ഈശോയുടെ മരണത്തെക്കുറിച്ച് ആദ്യം ചരിത്രപരമായാണ് നോക്കിക്കാണുന്നത്. ഹിസ്റ്റോറിക്കലി നമ്മൾ പറയില്ലേ, മഹാത്മാഗാന്ധി ആര് വധിച്ചു? നാഥുറാം ഗോഡ്സെ. എങ്ങനെ വധിച്ചു? വെടിവെച്ചു. കാരണം എന്താ? അയാളെ പലരും പ്രേരിപ്പിച്ചു, അല്ലേ? അതാണ് ചരിത്രപരമായി എന്ന് പറയുന്നത് പോലെ തന്നെ ഈശോയുടെ മരണത്തെ ഞാൻ ചരിത്രപരമായി നോക്കിക്കാണാണ് ആദ്യം. അതിനുശേഷം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെയുള്ള ആശയങ്ങൾ പറയും. ക്ലിയറാണ്? ക്ലിയറാണ്? അത് കഴിഞ്ഞ് വിശ്വാസം പറയും. വിശ്വാസം പറയാതിരിക്കാൻ പറ്റില്ല. വിശ്വാസമാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പം ആദ്യം ചരിത്രത്തിലൂടെ നോക്കിക്കാണാണ്. അപ്പോൾ ഈശോ എന്ന വ്യക്തിയെ, മറ്റൊരു വ്യക്തിയെയും പോലുള്ള ഈശോ എന്ന വ്യക്തിയെ എന്തുകൊണ്ട് അവർ വധിച്ചു? മാനുഷികമായ കാരണങ്ങൾ എന്താണ്? തീർച്ചയായും നമുക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. നമ്മളാണ് ആ അർത്ഥത്തിൽ ഈശോയുടെ മരണത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ശരിയാണ്. അതൊരു വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ചരിത്രപരമായൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ ശുശ്രൂഷ കാലഘട്ടത്തിലേക്ക് പോകണം. നമുക്കറിയാം, ഈശോയുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്നെ 2 അനുഭവവും ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഒരു ഗ്രൂപ്പ് ഈശോയെ സപ്പോർട്ട് ചെയ്തവരുണ്ടായിട്ടുണ്ട്. ഈശോയുടെ പിന്നാലെ നടന്നവർ, ഈശോ പറഞ്ഞത് കേട്ടവർ, ഈശോയുടെ അനുയായികളായവർ. ഒപ്പം തന്നെ ഒരു വിഭാഗം ഈശോയെ എതിർത്തവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് എതിർപ്പും ഒരു വശത്ത് സപ്പോർട്ടും നേടിയ ആളാണ് ഈശോ. ഒരു വിഭാഗമെങ്കിലും ഈശോയെ വധിക്കണമെന്നോ അല്ലെങ്കിൽ ഈശോ നശിച്ചു പോകണമെന്നോ ആഗ്രഹിച്ചവർ
ഉണ്ട്. ക്ലിയറാണ്? യെസ്. അപ്പോൾ എന്താണ് ഈശോയെ വധിക്കാനുള്ള കാരണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈശോയുടെ വിചാരണയിലേക്ക് വരണം. വിചാരണ, ട്രയൽ ഓഫ് ജീസസ്. അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാരണം പിടികിട്ടും. ഓക്കെ. അപ്പോൾ ഈശോയ്ക്ക് 2 തരം വിചാരണകളെ നേരിടേണ്ടി വന്നു. 2 തരം വിചാരണകൾ. ഒന്ന് മതപരമായ വിചാരണ, മറ്റൊന്ന് രാഷ്ട്രീയമായ വിചാരണ. മതപരമായ വിചാരണ, രാഷ്ട്രീയ വിചാരണ. മതപരമായ വിചാരണ അതാരുടെ മുമ്പിലാണ്? സാൻഹെദ്രീൻ്റെ മുമ്പിൽ, ആലോചന സംഘത്തിൻ്റെ മുമ്പിൽ. അതിൻ്റെ തലവൻ ആരാണ്? പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും. കാരണം മുന്നത്തെ പ്രധാന പുരോഹിതനും ഇപ്പോഴത്തെ പ്രധാന പുരോഹിതനും. അവരാലോചനാ സംഘം വിളിച്ചു കൂട്ടി. സാൻഹെദ്രീൻ രാത്രി വിളിച്ചു കൂട്ടുകയാണെന്ന് ആലോചിക്കണം. മനസ്സിലായല്ലോ? യെസ്. എന്നിട്ട് അവിടെ ഈശോയ്ക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണ്? നീ ഈശോ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടു. ഈശോ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടു. എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് ആ ചോദ്യത്തോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഈശോ ജീവിതകാലത്ത് ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഈശോ ദൈവത്വം അവകാശപ്പെട്ടിട്ടുണ്ടോ ഈശോയുടെ ജീവിതകാലത്ത്? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത വേണം ആദ്യം തന്നെ. ഓക്കെ. ഇന്ന് മുസ്ലിംസ് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം നമ്മുടെ പിള്ളേരുടെ അടുത്ത് ചോദിക്കുന്ന ഇതാണ്: നിങ്ങളുടെ കർത്താവ് എവിടെയാണ് ദൈവമാണെന്ന് പറഞ്ഞിട്ടുള്ളത്? മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് 6 മണിക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ 6:30 മതി നിങ്ങൾ പറയുന്ന സമയത്ത് എന്തായാലും ഇത് ചെയ്യണം. കാരണം ഇത് ഞാൻ പറഞ്ഞു തന്നാൽ പോരെ, നിങ്ങൾ കണ്ടെത്തണം. ബൈബിൾ എടുത്ത്, സുവിശേഷങ്ങൾ എടുത്ത് ഈശോ ദൈവമാണെന്ന് അവകാശപ്പെട്ട, മറ്റുള്ളവർ പറഞ്ഞത് എനിക്ക് വേണ്ട. പത്രോസ് പറഞ്ഞു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, അതൊന്നും വേണ്ട. ഈശോ പറഞ്ഞത്. കാരണം ഈ ചോദ്യമാണ് ഇന്ന് പിള്ളേരുടെ അടുത്ത് ചോദിക്കണത്. ഇവർ എന്ത് ചോദിക്കണേ? എവിടെയാണ്? ഞാൻ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം, ഈ മുസ്ലിംസിൻ്റെ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ ബൈബിളിൽ എവിടെയാണ് ഈശോ ദൈവമാണെന്ന് പറയുന്നത്? ചോദിക്കുകയാണ്. നമ്മുടെ ആളുകൾ ഇവിടുന്ന് പരിങ്ങാണ്. അപ്പം അതുകൊണ്ട് എല്ലാ കാറ്റീസം ക്ലാസ്സുകളിലും ഞാൻ നമ്മുടെ ബ്രദേഴ്സിനോട് പറയാറുണ്ട്, നിർബന്ധമായും പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്ന് പറയാറുള്ള ഒരു എക്സസൈസാണിത്. എന്ത്? ബൈബിൾ എടുക്കുക, സുവിശേഷങ്ങൾ എടുക്കുക, ഈശോ ദൈവമാണെന്ന് അവകാശപ്പെട്ട വചനഭാഗങ്ങൾ. ഞാൻ വീണ്ടും പറയുന്നു, മറ്റുള്ളവർ പറഞ്ഞതല്ല. അത് പിന്നെ കണ്ടെത്തിയാൽ മതി. ആദ്യം കണ്ടെത്തേണ്ടത് ഈശോ അവകാശപ്പെട്ടത്, അതിനുശേഷം മറ്റുള്ളവർ കണ്ടെത്തിയത്. എപ്പോഴാണ് ചെയ്യുന്നത്? നിങ്ങൾ പറയുന്ന സമയത്ത് ചെയ്യാൻ മതി. 6 മണിക്ക് അല്ലെങ്കിൽ 6:30. കുഴപ്പമുണ്ടോ? 4 മണിക്ക് കാപ്പി കഴിഞ്ഞാൽ 2 മണിക്കൂർ എന്നാലും ഉണ്ടല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ട്. മനുഷ്യപുത്രനൊന്നും ദൈവത്വമല്ല, ദൈവത്വം അവകാശപ്പെടുന്നത്. ഓക്കെ. മനുഷ്യപുത്രൻ എന്ന വാക്ക് വെച്ച് ദൈവത്വം പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വായിക്കുമ്പോൾ നമുക്കറിയാം. വചനങ്ങളും പ്രവർത്തികളും രണ്ടും വേണം. പ്രവർത്തികൾ എല്ലാ അത്ഭുതങ്ങളും അതിൽ വരും. അപ്പോൾ അതുകൊണ്ട് അത് എഴുതണ്ട, അത്ഭുതങ്ങൾ എഴുതണ്ട. അല്ലെങ്കിൽ നിങ്ങൾ നിരത്തി അത്ഭുതങ്ങൾ എഴുതും, അത് എഴുതണ്ട. അത്ഭുതങ്ങൾ എന്ന് മാത്രം എഴുതിയാൽ മതി. കുറേ അത്ഭുതങ്ങളുണ്ട് നമുക്കറിയാം. ബാക്കി ഈശോ ചെയ്ത പ്രവർത്തികളും ഈശോ പറഞ്ഞ വചനങ്ങളും. നമുക്ക് തന്നെ ആദ്യം ബോധ്യം വരണം, കർത്താവ് ദൈവത്വം അവകാശപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം നമുക്ക് തന്നെ ബോധ്യം വരണം ആദ്യം. മനസ്സിലായോ? നമുക്ക് ബോധ്യമില്ലെന്നേ, ഞാനത് വെറുതെ പറയല്ല. ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഈശോയുടെ സ്റ്റേറ്റ്മെൻറ്റും പ്രവർത്തിയും അല്ല, എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ 6 മണിക്ക് വരാം അല്ലേ? തടസ്സമില്ലല്ലോ. തുറന്നു പറഞ്ഞോ? ഇല്ല. അപ്പോൾ 6 മണിക്ക് വരാം. 2 മണിക്കൂർ എന്നാലും ബ്രേക്ക് ഉണ്ടല്ലോ. ഞാൻ കൃത്യം 6:30 ഞാൻ വരും. ഓക്കെ. 6 മണിക്കൂർ നിങ്ങൾ ഒന്ന് അല്ല, അതൊക്കെ നിങ്ങൾ കണ്ടെത്തിയാൽ മതി. എക്സാമ്പിൾ, ഞാനും പിതാവും ഒന്നാണ്. എക്സാമ്പിളാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലെത്തുന്നില്ല. ഇതെല്ലാം എക്സാമ്പിൾ അല്ലേ? എന്താ സംശയം? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു.
അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട്. പോരെ? എത്ര എക്സാമ്പിൾസ് പോരെ? ഇനി നിങ്ങൾ കണ്ടെത്ത്. ഓക്കെ, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ബൈബിൾ ഉടനീളം ഒരുപാട് വചനങ്ങളുണ്ട് ഈശോ ദൈവത്തെ അവകാശപ്പെട്ടത്. എന്നിട്ട് ഇവരങ്ങ് പറഞ്ഞ് ആളുകളെ അങ്ങ് മയക്കിയിട്ടിരിക്കുക. എന്തെന്ന്? ഈശോ അവകാശപ്പെട്ടിട്ടില്ല, ഈശോ അവകാശപ്പെട്ടിട്ടില്ല എന്ന്. മനസ്സിലായോ? യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 6 മണിക്ക് കാണാം. അപ്പോൾ താങ്ക് യു.